ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി മന്തി ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. സാധാരണ മന്തിയിലൊക്കെ അധികം അങ്ങനെ ഫ്ലേവറുള്ളൊരു റൈസോ അല്ലെങ്കിൽ മസാലകളോട് കൂടിയ റൈസോ ഒന്നല്ലാലും ഉണ്ടാവില്ലേ. എനിക്ക് പേഴ്സണലി അത് വലിയ ഇഷ്ടമല്ല. അപ്പോൾ എന്നെമാതിരി അത്ര ആ ഒരു റൈസ് ഇഷ്ടമില്ലാത്ത ആളുകൾക്കും ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു കിഡിലൻ റെസിപ്പിയാണത്. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ കണ്ടിട്ടല്ല, ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം. തീർച്ചയായും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് സൂപ്പറാണ് ഇതിൻ്റെ ടേസ്റ്റ്. വീട്ടിൽ എല്ലാവർക്കും ഒരുപോലെ, മന്തി ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് വരെ ഇഷ്ടപ്പെട്ടൊരു റെസിപ്പിയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ കുറച്ച് മയണൈസും കൂടി മാത്രം മതി. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ 2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് മസാലയൊക്കെ പുരട്ടി ഇതിനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, പിന്നെ നമ്മുടെ മാഗി ക്യൂബ്സ്, അതായത് ചിക്കൻ സ്റ്റോക്ക്. മാഗി ക്യൂബ്സ് ഇപ്രാവശ്യം വാങ്ങിയ സമയത്ത് എനിക്ക് ഇതുപോലത്തെ കുട്ടി പാക്കറ്റ്സ് ആയിട്ടാണ് കിട്ടിയത്. ഇവരിപ്പോൾ ഇതിൻ്റെ ഷേപ്പൊക്കെ ഇങ്ങനെ ആക്കിയെന്ന് പറഞ്ഞൂടാ. എനിവേ, അതിൽ നിന്നൊരു 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് അറേബ്യൻ മന്തി മസാലയിലുള്ള ചിക്കൻ മസാലയും പിന്നെ അതിൻ്റെ സീസണിങ് പൗഡറുമാണ് കേട്ടോ. അത് ആ മസാല പാക്കറ്റിനുള്ളിൽ 3 പാക്കറ്റ്സ് ആയിട്ടാണ് ഉണ്ടാവുക. അതിലുള്ള 2 പാക്കറ്റാണ് ഇത് രണ്ടും. പിന്നെ ഇതിലോട്ട് വേണ്ടത് നമുക്ക് 2 ടീസ്പൂൺ ചില്ലി പൗഡർ, അതായത് നമ്മുടെ സാധാ മുളക് പൊടി. അപ്പം മുളക് പൊടി നിങ്ങൾക്ക് എരിവ് കുറച്ചും കൂടി അധികം വേണമെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ എന്നുള്ളത് വേണമെങ്കിൽ ഒരു 3 ടീസ്പൂണൊക്കെ ആക്കാം. പിന്നെ ഇതിലോട്ട് ഗരം മസാലയും കൂടി 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ, എന്തെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ, വെളിച്ചെണ്ണ എടുത്ത് ഒഴിക്കരുത്. വെജിറ്റബിൾ ഓയിൽ, മറ്റേതെങ്കിലും സൺഫ്ലവർ ഓയിലോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒന്ന് ചേർക്കുക. ഉപ്പിടുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമ്മുടെ മാഗി ക്യൂബ്സിനകത്ത്, അതായത് ചിക്കൻ സ്റ്റോക്കിനകത്ത് ഓൾറെഡി ഉപ്പുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് മാത്രം നോക്കിയും കണ്ടു ഉപ്പിടുക. ഇനി ഇതിനെ നമുക്ക് കൈ വെച്ച് നല്ല സൂപ്പറായിട്ടൊന്ന് കുഴച്ച് ആ മസാലയൊക്കെ ചിക്കനിലെ ഓരോ പീസിലും നല്ലോണം പുരണ്ട് കിട്ടുന്ന ലെവലിൽ നമുക്കിതിനൊന്ന് മാരിനേറ്റ് ചെയ്ത് കുറച്ച് സമയം, ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെയെങ്കിലും നമ്മൾ മാക്സിമം അതിനൊന്ന് മാറ്റി വയ്ക്കണം. പിന്നെ ഇപ്പം ഞാൻ ചെയ്യുന്നത് ഇതിലോട്ട് കുറച്ച് കളർ ആഡ് ചെയ്യുന്നുണ്ട്, ഫുഡ് കളർ. ഇത് തികച്ചും ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഒരു നിർബന്ധവും ഇല്ല. ഇതിനിപ്പോൾ ആഡ് ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റിന് ഒരു വ്യത്യാസം വരാനും പോകുന്നില്ല. കുറച്ചൊരു കളർ കിട്ടും, അതല്ലാതെ വേറെ ഒരു കാര്യമില്ല. അപ്പോൾ കളർ ഞാൻ പൗഡർ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലോട്ട് കുറച്ച് ഓയിൽ, 1 സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടാണ് ഞാനതൊന്ന് മിക്സ് ചെയ്തിട്ട് ചിക്കനിൽ നന്നായിട്ടൊന്ന് കുഴച്ച് പിടിപ്പിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്കൊരു വലിയൊരു ബിരിയാണി പോട്ട് തന്നെ ചൂസ് ചെയ്യുക. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഈ ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ടേക്ക് ഒരു 2 വലിയ ഉള്ളി കനം കുറച്ച് നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതിനെ ഒന്ന് വാട്ടിയെടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടി വന്ന ശേഷം ഒരു ക്യാപ്സിക്കം അരിഞ്ഞിട്ട്, അതായത് ചെറിയ ക്യൂബ്സ് പോലെ ആക്കി കട്ട് ചെയ്ത ശേഷം അത് നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ ക്യാപ്സിക്കം ഇടാൻ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഈ ക്യാപ്സിക്കം ഇതിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്ന ഒരു മെയിൻ സാധനം തന്നെയാണ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് നമ്മുടെ ബാക്കിയുള്ള മാഗി ക്യൂബ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മൊത്തം 5 കുഞ്ഞ് പാക്കറ്റ് മാഗി ക്യൂബ്സാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽ 2 എണ്ണം ചിക്കനിൽ മാരിനേറ്റ് ചെയ്തു. ഇനി ബാക്കിയുള്ള 3 എണ്ണവും ഇതിലേക്കാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. മാഗി ക്യൂബ്സിൽ ഉപ്പുള്ളതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വേറെ എക്സ്ട്രാ ഉപ്പൊന്നും ചേർക്കാതെ തന്നെ നമ്മുടെ ഉള്ളി ഇപ്പം വാടി കിട്ടും. ഇനി ഇതിലോട്ട് നമുക്ക് ഉണക്ക നാരങ്ങ 3 എണ്ണം ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് അറേബ്യൻ മന്തി മസാലയിലുള്ള നമ്മുടെ റൈസിൻ്റെ മസാല പൗഡറും പിന്നെ ചിക്കൻ മസാല പൗഡർ, സീസണിങ്ങും, ആ 3 മസാല പൗഡറും നമുക്ക് ഇതിലോട്ട് ഇനി ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിൽ ആ മന്തിയുടെ സീസണിങ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പൗഡർ മാത്രം ഞാൻ ഒരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുള്ളൂ. ബാക്കി രണ്ടും, അതായത് ചിക്കൻ മസാല ആണെങ്കിലും മന്തിയുടെ റൈസ് മസാല പൗഡർ ആണെങ്കിലും ഓരോ ടേബിൾ സ്പൂൺ വീതം ചേർക്കാം. ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് ആ മസാലയുടെ ആ ഒരു പച്ചമണമൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഇതിലോട്ട് നമ്മൾ എടുത്തിട്ടുള്ള ബസ്മതിയുടെ ലോങ് റൈസാണ്. അത് ചില ആളുകൾ അത് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കുതിർത്തിയൊക്കെ വെക്കുന്നുണ്ട്. ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് അത് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് അതിനെ മാറ്റി വെച്ചിട്ടേ ഉള്ളൂ. വെള്ളത്തിലൊന്നും കുതിർത്താനൊന്നും നിന്നിട്ടില്ല. അപ്പം ഞാനിവിടെ ഒരു 4 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. 4 കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം 1 കിലോ വരും. അപ്പോൾ ആ 1 കിലോ അരിക്ക് ഞാൻ 7 കപ്പ്, ഏത് ഗ്ലാസ്സിലാണോ നമ്മൾ അളന്നെടുത്തിട്ടുള്ള അരി അതേ ഗ്ലാസ്സിന് 7 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്.
ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ഈ മസാലയിലോട്ട് ഞാനൊരു 2 പഴുത്ത തക്കാളി മിക്സിയിലിട്ടിട്ട് ഒരു ഇത്തിരി പോലും വെള്ളം ചേർക്കാതെ ഒന്ന് അടിച്ച് അതിനെ പ്യൂരിയാക്കി എടുത്തതാണ്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ കുരുമുളക് പൊടി ആ റൈസിൽ. ഇനി അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. സാധാരണ മന്തി ഉണ്ടാക്കുമ്പോൾ എല്ലാവരും നമ്മുടെ മുഴുവൻ മല്ലി, മുഴുവൻ കുരുമുളക് അങ്ങനെയൊക്കെയാണ് ചേർക്കുന്നത്. ഞാനിതിവിടെ എല്ലാത്തിൻ്റെയും പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഇപ്പം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് ആ വെള്ളം തിളച്ച ശേഷം ആ വെള്ളത്തിലെ ഉപ്പൊന്ന് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് പോരാത്തത് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മളൊരു ഇത്തിരി അധികം ചേർക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ റൈസിൽ കറക്റ്റ് ഉപ്പായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ നമ്മൾ അളന്ന് മാറ്റി വെച്ചിട്ടുള്ള 7 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം മൂടി വെച്ച് കൊടുത്തിട്ട് തിളയ്ക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഒരു സാധനം ഇടാൻ മറന്നുപോയി. കുറച്ച് മല്ലിയിലയും കൂടി ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി മൂടി വെക്കുക. എന്നിട്ട് നമുക്ക് തിളയ്ക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതാ നമ്മുടെ ഈ വെള്ളം തിളച്ച് വരുന്ന ആ സമയം കൊണ്ട് നമുക്ക് ഇപ്പുറത്ത് നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്തത് ഇപ്പോൾ ഏകദേശം 1 ഹവറിൻ്റെ അടുത്ത് ആവാനായിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ നമുക്ക് ഡയറക്റ്റ് ഇതിനെ സ്റ്റവിലോട്ട് വെച്ചിട്ട് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഇതിൽ നിന്ന് ആവശ്യത്തിന് വെള്ളം വരും. ആ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇതിലേക്ക് വേറെ എക്സ്ട്രാ നമ്മളൊരു തുള്ളി പോലും വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ ഇങ്ങനെ തന്നെ ഒന്ന് മൂടി വെച്ചിട്ട് ഇപ്പോൾ അത് ചെറുതായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അടിയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് മറിച്ചിട്ട് കൊടുത്ത ശേഷം മറ്റേ സൈഡും കൂടി ഇതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ ചിക്കൻ നല്ലതായിട്ട് കുക്ക് ചെയ്ത് വന്നാൽ മാത്രമേ നമ്മുടെ മന്തി നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ അടിയിലുള്ള ഓയിൽ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റിൽ പറഞ്ഞത് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാൻ പാടില്ല. കാരണം ആ ഓയിലും കൂടി നമ്മൾ ആ റൈസിലോട്ട് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ റൈസിൽ വെള്ളം അളവിൽ കൂടുതലായി പോയി കുഴഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചിക്കനിൽ നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കേണ്ടതെന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ വെള്ളം ഇവിടെ അടിപൊളിയായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് നേരത്തെ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി റൈസിനെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് മൂടി വയ്ക്കുക. ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് തിളച്ചിട്ട് ഇതിൻ്റെ വെള്ളം ഒരു 1/4 ഭാഗത്തോളം വറ്റുന്ന വരെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ മൂടി വയ്ക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഒരു 1/4 ഭാഗത്തോളം സെറ്റായിട്ടുണ്ട് കേട്ടോ. പക്ഷേ എടുക്കാറായിട്ടില്ല. ഒന്നുകൂടി മൂടി വെക്കണം. ഒരു 5-6 മിനിറ്റും കൂടി ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇതുപോലെ ആയി കിട്ടണം. അങ്ങനെ നമുക്ക് ഈ ചിക്കൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റിയിട്ടുണ്ടാവും, അതിനകത്ത് ഒരുപാട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ആ ചിക്കനിൽ നിന്ന്. ഇപ്പം നമ്മുടെ റൈസ് കണ്ടില്ലേ, അതിലെ വെള്ളത്തിൻ്റെ ആ മോയ്സ്ചർ മൊത്തത്തിൽ പോയിട്ടില്ല. പക്ഷേ വെള്ളം നമുക്കങ്ങനെ കാണാനായിട്ടില്ല. ആ ഒരു ലെവലിൽ എത്തിക്കഴിയുമ്പോൾ നമ്മളിതാ ഇതിൻ്റെ ഇടയിലേക്ക് കുറച്ച് പച്ചമുളക് ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് എന്താ പറയുക, ഒന്ന് ചെറിയ കുഴി പോലെ ആക്കിയിട്ട് ഇങ്ങനെ അതിലിങ്ങനെ കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ആ റൈസിൻ്റെ മേലേക്ക് നമ്മളിതാ നമ്മുടെ വെന്ത് സെറ്റായി നിൽക്കുന്ന ഈ ചിക്കനെ ഓരോരോ പീസായിട്ട് ആ റൈസിൻ്റെ മേലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. ഈ ഒരു സ്റ്റെപ്പും ഇതിൻ്റെ തൊട്ടടുത്ത് വരാൻ പോകുന്ന ഒരു സ്റ്റെപ്പുമാണ് കേട്ടോ ഈ റെസിപ്പിയുടെ ഒരു മെയിൻ ടേസ്റ്റ് മേക്കർ എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാനായിട്ട് വിട്ടുപോയിട്ടോ. ഈ ചിക്കൻ നിരത്തി വെച്ച് കഴിയുമ്പോൾ നമ്മൾ ആ അടിയിലുള്ള വെള്ളം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പകുതി ഭാഗം ഇതിൻ്റെ മേലെ ഞാനൊന്നിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഫുള്ള് എല്ലാ ഭാഗത്തും ഒന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കാണിക്കാനായിട്ട് വിട്ടുപോയി, ക്യാമറ ഓഫായിപ്പോയി. പക്ഷേ ഈ ചിക്കൻ്റെ മേലെ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ ആ വെള്ളത്തിൻ്റെത് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതിങ്ങനെ തന്നെ ഒരു 10 മിനിറ്റ് മൂടി വെക്കണം. അതിനുശേഷം 10 മിനിറ്റിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ചിക്കൻ വേവിച്ച സെയിം ബിരിയാണി പോട്ടിലേക്ക് ആ ചിക്കൻ പീസസിനെ ആദ്യം താഴെ നിരത്തി വെച്ച ശേഷം അതിൻ്റെ മേലെയായിട്ട് നമ്മുടെ ഈ റൈസിനെ ഫസ്റ്റ് റൈസ് എടുത്ത് ഇടുന്ന മുന്നേ ഈ റൈസിനൊന്ന് ഇളക്കി മറിച്ച ശേഷം ആ റൈസിന് ആ ചിക്കൻ്റെ മേലെയായിട്ട് നമുക്ക് നിരത്തി വയ്ക്കാൻ പോവാണ്. അതായത് നമ്മൾ നോർമലി ദമ്മ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്. അപ്പോൾ നമ്മളിതായി റൈസിനെ നന്നായിട്ടൊന്ന് അടിമറിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത്
കോരി കോരി നമുക്ക് മറ്റേ പാത്രത്തിൽ ചിക്കൻ്റെ മേലെയായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒരു 10 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ, നേരത്തെ ദമ്മയിലും നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ ഇതിലും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മന്തിയുടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ആ റൈസ് കാണുമ്പോൾ മനസ്സിലാവും അതിൻ്റെ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ ഒട്ടും വെള്ളം കൂടിയിട്ടോ അല്ലെങ്കിൽ കുഴഞ്ഞിട്ടോ ഒന്നുമല്ല. റൈസൊക്കെ നല്ല വിട്ടുള്ള റൈസായിട്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും. ഇതിൻ്റെ ഓരോ റൈസിലും നമുക്ക് നല്ല ഫ്ലേവർ കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ കാര്യം. ഏത് മന്തി ഇഷ്ടമില്ലാത്ത ആളുകളും ഇതൊരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫാനായി മാറും. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതാ നമ്മളിത് സെർവ് ചെയ്ത് കഴിക്കാൻ പോവുകയാണ്. ഇവിടെ എല്ലാവരും ഇങ്ങനെ ക്ഷമ നശിച്ച് കാത്തിരിക്കുകയാണ്. ഓൾറെഡി നമ്മളിന്ന് ഫുഡ് ഉണ്ടാക്കി വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ടൈം കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വിശന്ന് വയറ് കത്തിയിരിക്കുകയാണ്. അപ്പോൾ അവരുടെ മുന്നിലേക്കാണ് നമ്മൾ ഈ അടിപൊളി മന്തി ഇവിടെ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് മയോണൈസും പിന്നെ നമ്മുടെ തൈര് നോർമൽ നമ്മൾ സാലഡ് ആക്കില്ലേ അത് മാത്രമേ നമ്മൾ ആക്കിയിട്ടുള്ളൂ. മറ്റേ തക്കാളീൻ്റെ ആ സോസൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഈ ഒരു തൈരും മയണൈസും മാത്രം മതി, നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ല. എന്നിട്ട് തന്നെ നമ്മുടെ മന്തി പാത്രം ഇവിടെ കാലിയായിട്ടുണ്ട്. അപ്പോൾ ഓക്കേടാ, എൻ്റെ വയറ്റിനകത്തൊന്നും തീ പാളുന്നുണ്ട്. അപ്പം ഞാനിതൊന്ന് കഴിച്ച് തീർക്കട്ടെ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം. എന്നാൽ ശരി, മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബായ്.